ഞാൻ PD സനൽകുമാർ, ഇൻകം ടാക്സ് കൺസൾട്ടൻ്റ് ആപ്പിൻ്റെ ഡെവലപ്പറാണ്. LD ക്ലർക്കായി സർവീസ് കയറി ഡിവിഷണൽ അക്കൗണ്ടൻ്റായി റിട്ടയർ ചെയ്ത ഒരാളാണ്. സർവീസിലുണ്ടായിരുന്നപ്പോൾ ഓഫീസ് ജോലികൾ വേഗത്തിലും കാര്യക്ഷമമായും നിർവഹിക്കുന്നതിന് ചില സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് അത് സ്വന്തം ജോലിയിൽ ഉപയോഗിച്ചത് മുൻനിർത്തി വകുപ്പ് തലത്തിൽ നിന്ന് ഗുഡ് സർവീസ് എൻട്രിയും സർക്കാരിൽ നിന്ന് ഇൻസെൻറ്റീവ് അവാർഡും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. കൂടാതെ 2016 പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഗവേണൻസ് മിഷൻ ടീമിൽ എന്നെ സർക്കാർ ഉൾപ്പെടുത്തിയിരുന്നു. ഇൻകം ടാക്സ് കൺസൾട്ടൻ്റ് ആപ്പ് കേരളത്തിലെ സർക്കാർ ജീവനക്കാരെയും അധ്യാപകരെയും പ്രത്യേകമായി പരിഗണിച്ച് മലയാളത്തിലൊരു ഹെൽപ്പോടുകൂടി ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള മലയാളിയുടേതായ ആപ്പാണ്. ഈ ആപ്പിൽ അതിൻ്റെ യൂസർക്ക് ഡെവലപ്പറുമായി ആശയവിനിമയം നടത്തുന്നതിന് ഒരു ഇമെയിൽ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ സൗകര്യം ഉപയോഗിച്ച് കേരളത്തിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും എൻ്റെ ആപ്പ് ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾ ഞാനുമായി അവരുടെ ഇൻകം ടാക്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ആശയവിനിമയം നടത്താറുണ്ട്. ഇങ്ങനെ പലരോടായി പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു വീഡിയോയിലാക്കി യൂട്യൂബിലിട്ടാൽ അത് കൂടുതൽ സൗകര്യപ്രദമാകും എന്ന് കരുതിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യമായി എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത് 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇൻകം ടാക്സ് സംബന്ധമായുണ്ടായ മാറ്റങ്ങളെ സംബന്ധിച്ചാണ്. നമുക്കറിയാം, തിരഞ്ഞെടുപ്പിന് മുമ്പ് 2024 ഫെബ്രുവരിയിൽ നമ്മുടെ യൂണിയൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ അതൊരു ഇടക്കാല ബഡ്ജറ്റായിരുന്നു. അതിനാൽ ഇൻകം ടാക്സ് സംബന്ധമായ യാതൊരു മാറ്റങ്ങളും അതിൽ വരുത്തിയിരുന്നില്ല. എന്നാൽ പുതിയ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ഈ കഴിഞ്ഞ ജൂലൈ 23-ാം തീയതി പാർലമെൻറ്റിലൊരു ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ഈ ബഡ്ജറ്റിൽ വലിയ മാറ്റങ്ങളാണ് ഇൻകം ടാക്സ് സംബന്ധമായി കൊണ്ടുവന്നിരിക്കുന്നത്. വലിയ മാറ്റങ്ങളെന്ന് പറയുമ്പോൾ അതിലെല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. ശമ്പള വരുമാനക്കാരായ ആളുകളെ ബാധിക്കുന്ന ആദായ നികുതി സംബന്ധമായ മാറ്റങ്ങളെ സംബന്ധിച്ച് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദായ നികുതി സംബന്ധമായ എന്തെല്ലാം മാറ്റങ്ങളാണ് ഈ നിർമ്മല സീതാരാമൻ്റെ ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ വരുത്തിയിട്ടുള്ളത്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം ഇൻകം ടാക്സിൻ്റെ സ്ലാബ് മാറ്റിയതാണ്. സ്ലാബ് മാറ്റിയെന്ന് പറഞ്ഞപ്പോൾ പഴയ 2 സ്കീമുകളുണ്ടല്ലോ, ന്യൂ റിജീമും ഓൾഡ് റിജീമും. അതിൽ ഓൾഡ് റിജീമിൽ യാതൊരു മാറ്റവും ഈ വർഷമില്ല, കഴിഞ്ഞ വർഷവും ഉണ്ടായിരുന്നില്ല. 2-3 വർഷങ്ങളായി ഓൾഡ് റിജീമിൽ മാറ്റങ്ങളൊന്നും സർക്കാർ കൊണ്ടുവരുന്നില്ല. ന്യൂ റിജീമിലാണ് മാറ്റങ്ങൾ കൊണ്ടുവന്നത്. ഈ ന്യൂ റിജീമിൽ ഇപ്പോഴുണ്ടായിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ലാബ് പരിഷ്കരിച്ചു. അതായത് 3 ലക്ഷം രൂപ വരെ ആദായ നികുതി ഇല്ല. അത് കഴിഞ്ഞ വർഷം അങ്ങനെ തന്നെയായിരുന്നു. എന്നാൽ 3 ലക്ഷം മുതൽ 6 ലക്ഷം രൂപ വരെയായിരുന്നു 5% നികുതി വരുന്ന സ്ലാബ് കഴിഞ്ഞ വർഷമെങ്കിൽ ഈ വർഷം അത് 3 ലക്ഷം മുതൽ 7 ലക്ഷം വരെ മാറ്റി. 3 ലക്ഷം മുതൽ 7 ലക്ഷം വരെ 5%, 7 ലക്ഷം മുതൽ 10 ലക്ഷം വരെ 10%, 10 മുതൽ 12 വരെ 15%, 12 ലക്ഷം മുതൽ 15 ലക്ഷം വരെ 20%, 15 ലക്ഷത്തിന് മുകളിൽ 30%. ഇങ്ങനെയാണ് പുതിയ സ്ലാബ്, അത് ന്യൂ റിജീമിലെ സ്ലാബ്. ഈ മാറ്റത്തിൻ്റെ ഫലമായിട്ട് നികുതിദായകർക്ക് 17,500 രൂപ വരെ ലാഭമുണ്ടാകും, നികുതിയിൽ ലാഭമുണ്ടാകുമെന്നാണ് നിർമ്മല സീതാരാമൻ പാർലമെൻറ്റിൽ പറഞ്ഞത്. അത് ശരിയാണ്. 15 ലക്ഷമോ അതിൽ കൂടുതലോ വരുമാനമുള്ളവർക്ക് ഈ 17,500 രൂപ നികുതിയിലും ലാഭമുണ്ടാകും. ഇനി സബ്സിഡി കണക്കാക്കുകയാണെങ്കിൽ മൊത്തം 18,200 രൂപയുടെ ലാഭം നികുതിയിലുണ്ടാകും. ശമ്പള വരുമാനക്കാരെ ബാധിക്കുന്ന മറ്റൊരു സുപ്രധാനമായ മാറ്റം സ്റ്റാൻഡേർഡ് ഡിഡക്ഷനിൽ വരുത്തിയ വർധനവാണ്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 രൂപയായിരുന്നു കഴിഞ്ഞ വർഷം, അതിപ്പോൾ 75,000 രൂപയെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് ന്യൂ റിജിമിലാണ്.
ഓൾഡ് റെജിം ഓപ്റ്റ് ചെയ്യുന്നവർക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 രൂപയെ കിട്ടുള്ളൂ. മറ്റൊരു പ്രധാന മാറ്റം ഫാമിലി പെൻഷനിൽ ഡിഡക്ഷനിൽ വരുത്തിയ വർധനമാണ്. ഫാമിലി പെൻഷൻകാർക്ക് ഡിഡക്ഷൻ 15,000 രൂപയായിരുന്നത് ഇപ്പോൾ അത് 25,000 രൂപയായി ഉയർത്തിയിട്ടുണ്ട്. അതായത് ഫാമിലി പെൻഷൻ്റെ 1/3 അല്ലെങ്കിൽ 25,000 രൂപ, ഇതിലേതാണോ കുറവ് അതാണ് 57A പ്രകാരം ഫാമിലി പെൻഷൻകാർക്ക് കിട്ടുന്ന ഡിഡക്ഷൻ. അതുപോലെ ശമ്പള വരുമാനക്കാർക്ക് ബാധിക്കുന്ന മറ്റൊരു പ്രധാന മാറ്റം 80 CCD2 എന്ന ഡിഡക്ഷനിൽ വരുത്തിയ മാറ്റമാണ്. അതായത് സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ശമ്പള വരുമാനക്കാർക്ക് എംപ്ലോയർ അവരുടെ NPSയിലേക്ക് നടത്തുന്ന കോൺട്രിബ്യൂഷൻ അത് 10% വരെയായിരുന്നു കുറയ്ക്കാൻ അനുവാദം ഉണ്ടായിരുന്നത്. അത് ഈ വർഷം മുതൽ 14% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ ആനുകൂല്യം കഴിഞ്ഞ വർഷം വരെ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് മാത്രമായിരുന്നു. അത് ഇപ്പോൾ സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്കും വരുത്തിയിട്ടുണ്ട്. ഈ 80 CCD2 മാത്രമാണ് 100 ജിമ്മിലെ ഡിഡക്ഷൻ, അനുവദനീയമായ ഡിഡക്ഷൻ. ബാക്കി 80Cയും 80D 80U 80G തുടങ്ങിയതൊന്നും 100 ജിമ്മിലില്ല. 100 ജിമ്മിൽ അനുവദനീയമായ മറ്റൊരു ഡിഡക്ഷനാണ് 80 CCH. അത് അഗ്നിവീറായിട്ട് ജോലി ചെയ്യുന്നവർ അഗ്നിവീർ കോർപ്പസ് ഫണ്ടിലേക്ക് അടയ്ക്കുന്ന തുകയാണ്. അതവർക്ക് മാത്രമേ അനുവദനീയമായിട്ടുള്ളൂ. ഈയിടെ ഇൻകം ടാക്സ് സംബന്ധമായി ചില സംശയങ്ങൾ എന്നോട് ചോദിച്ചത് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. അതായത് എന്താണ് ഈ TDS, എന്താണ് അഡ്വാൻസ് ടാക്സ്, എന്താണ് സെൽഫ് അസസ്മെൻറ്റ് ടാക്സ്. TDS എന്നാൽ ശമ്പളം തരുന്നയാൾ നമ്മുടെ ശമ്പളത്തിൽ നിന്ന് പിടിച്ച് സർക്കാരിലേക്ക് അടയ്ക്കുന്നതാണ്. അത് ശമ്പളം തരുമ്പോൾ മാത്രമല്ല, ഒരു നിശ്ചിത തുകയിലേറെ പേയ്മെൻറ്റ് നമുക്ക് എവിടെ നിന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ അതിൽ നിന്നെല്ലാം ടാക്സ് പിടിച്ചിരിക്കണം എന്ന് നിയമമുണ്ട്. അതനുസരിച്ച് ആണ് നമ്മുടെ ബാങ്കുകൾ നമുക്ക് തരുന്ന പലിശയിൽ നിന്ന് TDS ഈടാക്കുന്നത്. അതുപോലെ മറ്റു പല പേയ്മെൻറ്റുകളിൽ നിന്ന് ഇതുപോലെ TDS ഈടാക്കുന്നുണ്ട്. എന്നാൽ അഡ്വാൻസ് ടാക്സ് എന്താണ്? അഡ്വാൻസ് ടാക്സ് ടാക്സ് പെയർ സ്വയം അടയ്ക്കുന്നതാണ്. അതായത് നമ്മുടെ ഒരു വർഷത്തെ വരുമാനം കണക്കാക്കി ആ വരുമാനത്തിൻ്റെ അനുസരിച്ച് ആനുപാതികമായ ടാക്സ് നമ്മൾ ഓരോ മാസവും അല്ലെങ്കിൽ ഓരോ ക്വാർട്ടറിലും സർക്കാരിലേക്ക് അടയ്ക്കുന്നു. അതാണ് അഡ്വാൻസ് ടാക്സ്. സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് എന്താണ്? സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അടയ്ക്കുന്നതാണ്. അതായത് നമ്മൾ ഒരു വർഷത്തെ വരുമാനവും നമ്മുടെ വരുമാനത്തിൽ നിന്ന് പിടിച്ച TDSഉം നമ്മൾ അഡ്വാൻസ് ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ അതും ഒക്കെ നമ്മൾ കാണിച്ചാണല്ലോ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. അങ്ങനെ ഫയൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും ടാക്സ് ഡ്യൂ ഉള്ളതായിട്ട് സിസ്റ്റം കണ്ടെത്തുകയാണെങ്കിൽ അത് അപ്പോൾ തന്നെ ഓൺലൈനായിട്ട് അടയ്ക്കാനുള്ള സൗകര്യം ഫയലിംഗ് സൈറ്റിലുണ്ട്. നമ്മൾ ഓൺലൈൻ ആയിട്ട് തന്നെ ചലാൻ പൂരിപ്പിച്ച് നമ്മുടെ ATM കാർഡോ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങോ ഉപയോഗിച്ച് പൈസ അടയ്ക്കുകയും ആ ചലാൻ്റെ നമ്പറും ഡേറ്റും ഡീറ്റെയിൽസൊക്കെ ഫയലിംഗ് പോർട്ടലിൽ രേഖപ്പെടുത്തിയതിന് ശേഷമാണ് നമ്മൾ റിട്ടേൺ ഫയലായിട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. മറ്റൊരു പ്രധാന കാര്യം ഈയിടെ എന്നോട് സംശയമായിട്ട് ഒരാൾ ഉന്നയിച്ചത്, നമുക്ക് ഒരിക്കൽ റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നീട് തിരുത്തുന്നതിനുള്ള സൗകര്യമുണ്ടോ എന്നുള്ളതാണ്. തിരുത്തുന്നതിനുള്ള സൗകര്യമുണ്ട്. അതിനാണ് റിവേഴ്സ്ഡ് റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ജൂലൈ 31 റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിവേഴ്സ്ഡ് റിട്ടേൺ നമുക്ക് ഡിസംബർ 31 വരെ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ കഴിഞ്ഞ 2 വർഷത്തെ ടാക്സിൻ്റെ റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ, ഏതെങ്കിലും കാരണവശാൽ ഫയൽ ചെയ്തില്ല എങ്കിൽ അതിപ്പോൾ ഫയൽ ചെയ്യാൻ അവസരമുണ്ടോ? കഴിഞ്ഞ 2 വർഷം വരെ ഉള്ളതാണെങ്കിൽ ഇപ്പോൾ ഫയൽ ചെയ്യാം. ഈ വർഷത്തെ കൂടി ഉൾപ്പെടെ 3 വർഷത്തെ നമുക്ക് ഈ വർഷം ഫയൽ ചെയ്യാം. എന്നാൽ ഇങ്ങനെ ഫയൽ ചെയ്യുന്നതിനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞ് ഫയൽ ചെയ്യുമ്പോഴൊക്കെ അതിന് ഫൈൻ കൊടുക്കേണ്ടതായിട്ട് വരും.
അതായത് 5 ലക്ഷം രൂപ വരെ 1000 രൂപയും 5 ലക്ഷത്തിൽ കൂടുതൽ വരുമാനം ഉണ്ടെങ്കിൽ 5000 രൂപയും ഫൈൻ കൊടുക്കണം. അതുമാത്രമല്ല, ഇങ്ങനെ ഫയൽ ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും ടാക്സ് വരികയാണെങ്കിൽ ആ ടാക്സിൻ്റെ ഇൻട്രസ്റ്റ് കൂടി നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് വരും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ന്യൂ റെജിം ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അതിൽ നിന്ന് മാറാൻ പറ്റും. ഇതാണ് ഒരു സംശയം. ശമ്പള വരുമാനക്കാർക്ക് എല്ലാ വർഷവും ഓപ്ഷൻ മാറ്റി കൊടുക്കാനുള്ള അവകാശമുണ്ട്. അതായത് ഈ വർഷം ന്യൂ റെജിം ആണെങ്കിൽ അടുത്ത വർഷം റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഓൾഡ് റെജിമിലേക്ക് മാറാനും അതിൻ്റെ അടുത്ത വർഷം വീണ്ടും ന്യൂ റെജിമിലേക്ക് മാറാനും അവർക്ക് കഴിയും. അത് അനുവദനീയമാണ്. എന്നാൽ ശമ്പള വരുമാനക്കാരല്ലാതെ ബിസിനസ്സിൽ നിന്നോ പ്രൊഫഷനിൽ നിന്നോ വരുമാനമുള്ള ആളുകൾക്ക് ഒരിക്കൽ മാത്രമേ ഇങ്ങനെ ഓപ്ഷൻ മാറ്റാനുള്ള സൗകര്യമുള്ളൂ. ഈയിടെ എന്നോട് ചോദിച്ച മറ്റൊരു സംശയം, വാട്സപ്പ് വഴി എനിക്ക് കിട്ടിയ ഒരു സംശയം, അതായത് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിക്ക് അതിനുവേണ്ടി വാങ്ങുന്ന ഹൗസിംഗ് ലോണിന് ഇൻട്രസ്റ്റിന് ഇളവ് ന്യൂ റെജിമിൽ കിട്ടുമല്ലോ. അങ്ങനെ കിട്ടും എന്ന് ഗൂഗിൾ സെർച്ചിൽ കണ്ടു. അതിനെ സംബന്ധിച്ചാണ് എന്നോട് ചോദിച്ചത്. അപ്പോൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് കിട്ടിയ ഒരു രേഖയും എനിക്ക് അയച്ചു തന്നിരുന്നു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ശരിക്കും അതിന് മറുപടി പറയുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ എൻ്റെ ആപ്പ് എടുത്ത് നോക്കുകയാണ്, അതിൻ്റെ അത് ചെയ്ത് നോക്കിയാൽ മതി എന്നാണ് ഞാൻ അവരോട് മറുപടി പറഞ്ഞത്. അപ്പോൾ എൻ്റെ ആപ്പിൽ അത് കൊടുത്തിട്ടുണ്ട്. ന്യൂ റെജിമിൽ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിക്ക് അതിനുവേണ്ടി വാങ്ങുന്ന ഹൗസിംഗ് ലോണിൻ്റെ ഇൻട്രസ്റ്റിന് എങ്ങനെയാണ് ഡിഡക്ഷൻ കിട്ടുക എന്ന് അതിൻ്റെ അത് ചെയ്ത് നോക്കിയാൽ അറിയാം. അപ്പോൾ അത് ചെയ്യാൻ പറഞ്ഞു, ഞാൻ അവരോട് പറഞ്ഞു. അതിന് വേറെ മറുപടിയൊന്നും കൊടുത്തില്ല. ഇപ്പം എൻ്റെ ആപ്പിനെ സംബന്ധിച്ച് ഉള്ള ഒരു പ്രത്യേകത, അത് ഇൻകം ടാക്സ് കാൽക്കുലേറ്റർ അല്ല. കാൽക്കുലേറ്റർ നമ്മൾ ഡാറ്റ എൻട്രി ചെയ്യുന്നത് അനുസരിച്ചുള്ള റിസൾട്ട് തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാൽക്കുലേറ്റ് ചെയ്തിരുന്നു, നമ്മൾ എൻട്രി ചെയ്ത് കൊടുക്കുന്ന ഡാറ്റയെ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എൻ്റെ ആപ്പ് ഇൻകം ടാക്സ് കൺസൾട്ടൻ്റ് എന്നാണ് അതിൻ്റെ പേര്. അതായത് ഡാറ്റ എൻട്രി ചെയ്യുന്ന ഡാറ്റ അനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യുക മാത്രമല്ല, എൻട്രി ചെയ്യുന്ന ഡാറ്റയുടെ പൊരുത്തക്കേടുകൾ കണ്ടെത്തുക, അതായത് ഡാറ്റ വാലിഡേഷൻ അതുകൂടി ഈ ആപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾക്ക് ആ ഇൻകം ടാക്സ് നിയമങ്ങളെ സംബന്ധിച്ച് അറിവില്ലെങ്കിൽ തന്നെ ഈ ആപ്പ് ഉപയോഗിക്കുമ്പോൾ ആപ്പ് അതെല്ലാം കണ്ടെത്തി തിരുത്തേണ്ടത് ഉണ്ടെങ്കിൽ നമുക്ക് ചൂണ്ടിക്കാണിച്ച് തരുന്നുണ്ട്, തിരുത്തണം എന്ന് ചൂണ്ടിക്കാണിച്ച് തരുന്നുണ്ട്. അല്ലെങ്കിൽ ആപ്പ് സ്വയം തിരുത്തുന്നുണ്ട്, ആ തിരുത്തിയ വിവരം നമ്മളെ അറിയിക്കുന്നുമുണ്ട്. ഒരു വർഷം 10,000 രൂപയിലേറെ ടാക്സ് വരുന്നവർ 10,000 രൂപയിലേറെ വരുന്ന തുക അഡ്വാൻസ് ടാക്സ് ആയിട്ട് അടച്ചിരിക്കണം. അതല്ലെങ്കിൽ ഇതെന്ന് ഡ്യൂ ആകുന്നതോ അന്ന് മുതലുള്ള ഇൻട്രസ്റ്റ് സഹിതം പിന്നീട് കൊടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ ജീവനക്കാരാണെങ്കിൽ അവർ സാമ്പത്തിക വർഷം ആദ്യം മേലധികാരികൾക്ക് നൽകുന്ന ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെൻറ്റിൽ അവർ ആ വർഷം ഒപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഏത് റെജിമാണെന്ന് രേഖപ്പെടുത്തിയിരിക്കണം. അതല്ലെങ്കിൽ ഡിഫോൾട്ട് റെജിം ന്യൂ റെജിം ആയതുകൊണ്ട് ന്യൂ റെജിമിലായിരിക്കും മേലധികാരി ടാക്സ് കണക്കാക്കുകയും TDS പിടിച്ച് അടയ്ക്കുകയും ചെയ്യുക. മറ്റൊരു പ്രധാന കാര്യം നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്, ഇന്ന് ധാരാളം ആളുകൾ അവർ ഇൻകം ടാക്സിൻ്റെ പരിധിയിലല്ലെങ്കിലും ഇൻകം ടാക്സ് നൽകുന്നുണ്ട്. 3 ലക്ഷം രൂപയിൽ ഏറെ വരുമാനമുള്ളവരാണല്ലോ ഇൻകം ടാക്സിൻ്റെ പരിധിയിൽ വരുന്നത്. എന്നാൽ ഇങ്ങനെ അല്ലാത്തവർ പോലും ടാക്സ് കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രധാനമായും ബാങ്ക് അക്കൗണ്ട് വഴിയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. 3 ലക്ഷം രൂപയിലെ താഴെയാണ് വരുമാനമെങ്കിലും പലർക്കും കുറച്ച് തുക ബാങ്ക് ബാലൻസ് ആയിട്ടുണ്ടാകും. ഇങ്ങനെ ബാങ്ക് ബാലൻസ് ആയിട്ട് കാണുന്ന തുകയ്ക്ക് നൽകുന്ന ഇൻട്രസ്റ്റിൽ നിന്ന് ബാങ്കുകൾ ടാക്സ് ഈടാക്കുകയും അത് കൃത്യമായി ഇൻകം ടാക്സിലേക്ക് അടയ്ക്കുകയും ചെയ്യുന്നു. ഇത് അക്കൗണ്ട് ഹോൾഡർ അറിയുന്നില്ല. അറിയണമെങ്കിൽ പാസ്ബുക്ക് പതിച്ച് വാങ്ങുകയും അത് പരിശോധിക്കുകയും വേണം. എന്നാൽ ഇങ്ങനെയൊക്കെ ടാക്സ് പിടിച്ചാൽ തന്നെ അത് നമുക്ക് തിരിച്ചു വാങ്ങാൻ കഴിയും. അങ്ങനെ തിരിച്ചു വാങ്ങണമെങ്കിൽ കൃത്യമായി എല്ലാ വർഷവും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. ജൂലൈ 31 ഡ്യൂ ഡേറ്റ്. ആ ജൂലൈ 31 മുമ്പ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത് നമുക്കിത് തിരിച്ച് വാങ്ങാൻ പറ്റും. കാരണം ഇന്ന് ന്യൂ റെജിമിൽ 7 ലക്ഷം രൂപ വരെ ടാക്സ് ഇളവ് കിട്ടും.
റിബേറ്റ് ഉള്ളതാണ്. അതിനാൽ 7 ലക്ഷം രൂപ വരെ ടാക്സ് ഇളവ് കിട്ടും. ഇനി സാലറി ഇൻകമോ പെൻഷൻ ഇൻകമോ ആണ് ഉള്ളതെങ്കിൽ 7,75,000 രൂപ വരെ ടാക്സ് കൊടുക്കേണ്ടതില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ പിടിക്കുന്ന തുക തിരിച്ചു കിട്ടും. എന്നാൽ അത് അറിയാത്തത് കൊണ്ട് ഇത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാതെ ഇത് പലരും നഷ്ടപ്പെടുത്തുന്നു എന്ന് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് ബോധ്യമായ കാര്യമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചുരുക്കുകയാണ്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.